രണ്ടുപേരും കുഴപ്പക്കാരാ. പച്ച മലയാളത്തിൽ പറഞ്ഞ രണ്ട് മണ്ടന്മാരാണ്. നമ്മള് അങ്ങനെ മണ്ടന്മാരായിട്ട് അഭിനയിക്കുകയല്ല, സിറ്റുവേഷൻസ് ഓഡിയൻസിന് കാണുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഒരു കുറച്ച് പേടി ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഫാൻ ആയതുകൊണ്ട് ഞാൻ ബേസിലിന്റെ ഫാനാണ്. ഞാൻ മാത്രമല്ല, എന്റെ ഫാമിലി എല്ലാവരും ബേസിലിന്റെ സിനിമ, ഇപ്പൊ ബേസിലിന്റെ സിനിമ ഇറങ്ങിയ ബേസിലിന്റെ പടം ഇറങ്ങിയത് കാണാം എന്ന് പറയുന്ന ആൾക്കാരാണ്. ഞാൻ ജനിച്ച വർഷമാണ് നന്ദനം വരെ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ സിനിമയൊന്നും കാണുമ്പോ ഞാൻ വിചാരിക്കുന്നില്ല നേരിട്ടൊരു സിനിമയൊക്കെ ചെയ്യാൻ പറ്റും എന്ന്. ജനിച്ചിട്ടല്ലേ ഉള്ളൂ, ജനിച്ചപ്പോഴേ പോയി സിനിമ കണ്ടോണ്ടിരിക്കല്ലേ. എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷം ഒരു കളർഫുൾ ട്രെയിലർ ആയിരുന്നു. അതായത് കുറേ ഫാമിലി മെമ്പേഴ്സ്, കല്യാണം, ബഹളം, അങ്ങനെ ഒരു ട്രെയിലറാണ്. ഇപ്പം അതിൽ ഏറ്റവും എക്സൈറ്റിംഗ് സാധനം നിങ്ങളുടെ ഒരു കോംബോ ആണ്, പൃഥ്വി ബേസിൽ കോംബോ. ഇപ്പോൾ ഡയറക്ടർ തന്നെ പറഞ്ഞു അത് നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്, ഇനിയും കൂടുതൽ സിനിമകൾ അതിൻ്റെ പേരിൽ വരികയും ചെയ്യാതിരിക്കുന്നു. എന്താ തോന്നുന്നു? അല്ല, ഈ കഥയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ രണ്ട് കഥാപാത്രങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു സംഭവത്തിൽ തുടങ്ങിയിട്ടാണ് ഇത് ഫുൾ ഇങ്ങനെ വികസിച്ചു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് പ്രൊട്ടാഗണിസ്റ്റുകൾ ആര് ചെയ്യണമെന്നുള്ളത് വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് ഈ തിരക്കഥയിൽ. പണ്ട് ഇനിഷ്യലി 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യം ഈ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. ഈ രണ്ട് ഞാനും ബേസിലും ആയിരുന്നില്ല, ഞാനും മറ്റൊരാളുമായിരുന്നു. അന്ന് ഈ വിനു എന്ന് പറഞ്ഞ കഥാപാത്രം ഞാനും, ബേസിൽ ചെയ്ത കഥാപാത്രം ഞാനും, ആനന്ദൻ മറ്റൊരാളുമായിരുന്നു. പക്ഷെ പിന്നീട് വിപിൻ ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം വിപിൻ വരുത്തിയ മാറ്റങ്ങളിൽ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മാറ്റം ഇങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് വിപിൻ ചിന്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത് ഈ രണ്ട് അളിയന്മാരായിട്ടാണ്. ഈ രണ്ട് അളിയന്മാർക്കിടയിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈ കഥ. അപ്പൊ അവർക്കിടയിലുള്ള ഒരു കെമിസ്ട്രി, അല്ലെങ്കിൽ ഈ രണ്ടുപേരെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് ബേസിൽ ഞാനും ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടും ബേസിൽ ഇപ്പോൾ വലിയൊരു താരമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും ഈ സിനിമയ്ക്ക് വളരെ ഗുണമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരാളെങ്കിലും ചിരിക്കാതിരിക്കുന്നു. ലുക്ക് ഏത് സിനിമയ്ക്ക്, വേറെ ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയുള്ള ലുക്കാണോ ഇതാ? അതെ, ഇച്ചിരി മാസോടാ. തിരിച്ച് ബേസിലിന് എങ്ങനെയായിരുന്നു? അതിപ്പം നമുക്ക് ബേസിലിനെ കുറിച്ച് എല്ലാവരും പറയാം, നമ്മുടെ അടുത്ത വീട്ടിലെ പയ്യൻ, അല്ലെങ്കിൽ അത്രയും അറ്റാച്ച്മെന്റ് തോന്നുന്ന ആള്, ഫാമിലി സ്റ്റാർ. പക്ഷെ പൃഥ്വി കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഫസ്റ്റ് ബെഞ്ചർ ഒക്കെ ഉണ്ടല്ലോ, എല്ലാം ഭയങ്കര പക്കയായി ചെയ്യുന്ന അല്ല. അപ്പൊ ഞാൻ ആക്ച്വലി ലാസ്റ്റ് ബെഞ്ചർ ആയിരുന്നു. അതെ, സ്കൂളിലൊക്കെ പൊക്കം അസംബ്ലിയിൽ ഫസ്റ്റ് ലൈനിൽ തിരിച്ചാ കോമ്പോ എങ്ങനെ വർക്കായി? എന്താ തോന്നുന്നത്? അല്ല, എനിക്കും ഈ പറയുന്ന ആദ്യം വിപിൻ ചേട്ടൻ ഈ രാജുവേട്ടനാണ് ഓപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടല്ലോ. ഈ പറയുന്ന എനിക്കും ഈ പറയുന്ന അത് കൊള്ളാലോ എന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അത് കഥയിലേക്ക് വരുമ്പോഴും അത് അങ്ങനത്തെ ഒരു ഈ പറയുന്ന രണ്ട് അളിയന്മാർ തമ്മിലുള്ള രണ്ട് ടോക്സിക് ആയിട്ടുള്ള രണ്ട് അളിയന്മാർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ബേസിക്കലി ഈ സിനിമ. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും ടോക്സിക് ആണല്ലേ? രണ്ടുപേരും ടോക്സിക്, രണ്ടുപേരും കുഴപ്പക്കാരാ. അതായത് ഭയങ്കര ഫ്രജൈൽ ആയിട്ടുള്ള, ഭയങ്കര ഫ്ലോഡ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ രണ്ട് മണ്ടന്മാരാണ്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ സിറ്റുവേഷൻസ് അങ്ങനെയാണ്. നമ്മള് അങ്ങനെ മണ്ടന്മാരായിട്ട് അഭിനയിക്കുകയല്ല, ഐ മീൻ സിറ്റുവേഷൻസ് ഓഡിയൻസിന് കാണുമ്പോൾ സീരിയസ് ആയിട്ടൊരു കാര്യം അപ്പൊ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. അത് അങ്ങനെ കഥ കേട്ടപ്പോൾ മുതൽ അത് സീനിൽ വരുമ്പോഴും എനിക്ക് ആദ്യമൊക്കെ ഒരു കുറച്ച് പേടിയുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഫാൻ ആയതുകൊണ്ട് അഭിനയിക്കാൻ വേണ്ടിണ്ടായിരുന്നോ? അല്ല, ശരിക്കും ബേസിലേട്ടൻ രാജുവേട്ടന്റെ ഭയങ്കര ഫാനാണ്. പക്ഷെ ബേസിലേട്ടൻ എപ്പോ അത് പറയുമ്പോൾ പുള്ളി തന്നെ എന്തോ ഒരു സാധനം ഇട്ട് പറയുന്നത് ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ. ഞാൻ ബേസിലിന്റെ ഫാനാണ്. ഞാൻ മാത്രമല്ല, എന്റെ ഫാമിലി എല്ലാവരും ബേസിലിന്റെ സിനിമ, ഇപ്പൊ ബേസിലിന്റെ സിനിമ ഇറങ്ങിയ ബേസിലിന്റെ പടം ഇറങ്ങിയത് കാണാം എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പൊ അത് ബേസിൽ ഒരു ആസ് ആൻ ആക്ടർ ക്രിയേറ്റ് ചെയ്തെടുക്കാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
ഇനി എന്ത് ചെയ്യണം ഇപ്പം നമുക്ക് പ്രേക്ഷകർ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ പോലെ, അല്ലെങ്കിൽ മോഹൻലാൽ ജഗതി കോംബോ പോലെ, ഇപ്പം അജു നിവിൻ കോംബോ പോലെയൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് രസമായി തോന്നുമായിരിക്കും. അങ്ങനത്തെ ഒരു സിനിമയോ അങ്ങനത്തെ കഥാപാത്രങ്ങളോ അല്ല. പക്ഷെ അതാണ് ഈ ചിലപ്പോ നമ്മൾ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മലയാളികൾ പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്യുന്ന വേറെ കുറെ സിനിമകളായിട്ടായിരിക്കും. അത് അങ്ങനെ ചെയ്യരുത്, അങ്ങനത്തെ ഒരു സിനിമയല്ല. പക്ഷെ ഹാവിങ് സെഡ് ദാറ്റ്, ഈ എന്നെയും ബേസിലിനെയും ഈ രണ്ട് കഥാപാത്രങ്ങളിൽ കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്ക് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു കെമിസ്ട്രി സ്ക്രീനിലുണ്ടാകും. കാരണം പുതിയ രണ്ട് ആക്ടേഴ്സ് ആണല്ലോ, പുതിയെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണല്ലോ ഒരുമിച്ച് അഭിനയിക്കുക. അത് എന്റെയും ബേസിന്റെയും മാത്രമല്ല, ആക്ച്വലി അത് എല്ലാവർക്കും ഉണ്ട്. ഇൻ ദ സെൻസ്, ഇപ്പൊ ഞാനും നിഖിലയും ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല, നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് ആദ്യമായിട്ടാണ്, ഞാനും അനുഷ്ഠയും ഒരുമിച്ച് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ അത് വീണ്ടും ഉണ്ട്. ഇൻ ദ സെൻസ് വേറെ ഒരുപാട് 10-40ഓളം ആർട്ടിസ്റ്റുകളുള്ള സിനിമ, അതിൽ ഒരുപാട് ആക്ടേഴ്സ് ഒരുമിച്ച് അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു പുതുമ തോന്നും. എന്നാൽ ആ പുതുമയ്ക്കിടയിലും നമ്മളെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന പഴമയുണ്ട്. ഇപ്പൊ ജഗദീഷ് ചേട്ടൻ, രേഖ ചേച്ചി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ട് ആ നൊസ്റ്റാൾജിയും ഉണ്ട്. അങ്ങനെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള ആ കാസ്റ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ അവർ കാസ്റ്റ് ചെയ്യപ്പെട്ടതിന്റെ ഫ്രഷ്നെസ് ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അനശ്വര, ഇപ്പം നിങ്ങളൊരു ബ്രദർ സിസ്റ്റർ ആണല്ലോ, മലയാള സിനിമയിൽ ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അനശ്വര ഈ കഥാപാത്രം എങ്ങനെയാണ് വേറിട്ടേക്കുന്നത്? ഇപ്പം അതിൽ തന്നെ പറയുന്ന പോലെ ഇങ്ങനെ ചേട്ടനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം എന്ന് ഒരു കഥാപാത്രം എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. അങ്ങനെ ചേട്ടനായിരുന്നു. അതാണ് അതിനകത്ത് ആ ട്രെയിലറിൽ ഈ അഞ്ജലി എന്നുള്ള ക്യാരക്ടർ കൊടുത്ത എക്സ്പ്രഷൻ തന്നെയാണ് അതിനുള്ള ആൻസർ. അതായത് മനസ്സിലാവും എന്നൊരു ടോണിൽ തന്നെയാണ് അത് പറഞ്ഞേക്കുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഫ്ലോഡ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആണ് എല്ലാവരും ടോട്ടലി. ബട്ട് ഈ ക്യാരക്ടറും അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. സോ ആ ഒരു എക്സ്പ്രഷനും പറയുന്നത് അത് തന്നെയാണ്, യു വിൽ സീ എന്നുള്ള ടൈപ്പ് ഒരു സാധനമാണ്. എക്സ്പ്രഷൻ കിട്ടും. അതെ അതെ. നിഖിൽ ഇതിലേക്ക് ഉണ്ടാവുന്ന എപ്പോഴാണോ? ഇല്ല, അനൗൺസ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷമാണ് എന്നെ വിളിക്കുന്നത്. എനിക്ക് പേരിലൂടെ പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് വേറെ നല്ല ആക്ടേഴ്സ് പോയി, പക്ഷെ ഡേറ്റ് അവൈലബിലിറ്റി എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ പേരിലൂരൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക്, എനിക്ക് നേരത്തെ ഡിസ്കഷൻ ഉണ്ടോന്ന് എനിക്കറിയില്ല, എന്നോട് ആ സമയത്താണ് പറയുന്നത്. മണാലിയിൽ ഫസ്റ്റ് വിപിന് ഞാനൊരു ഡിസ്കഷൻ എനിക്കൊന്ന് പിന്നെ ഡേറ്റ് കൺഫേം ആയിട്ടാണ് ആക്ടേഴ്സിനെ വിളിച്ചു തുടങ്ങിയത്. ഇതിലെ കഥാപാത്രം എങ്ങനെയാ? ഇവർക്കിടയിൽ പെട്ട് ഞെരുങ്ങുന്ന ഒരാളാണോ, അല്ലെങ്കിൽ എന്താണ്? ബേസിക്കലി ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഓരോ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ എങ്ങനെ അവർ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കഥയുടെ ഒരു പോക്ക്. അപ്പം ഇപ്പം എനിക്കാണെങ്കിലും ശരി, രാജുവേട്ടൻ്റെ ക്യാരക്ടർ ബേസിലായിട്ടൊരു ഒരു പ്രശ്നമുണ്ട്, അനശ്വര അതിൻ്റെ ഒരു പാർട്ടാണ്. ഞാൻ ഇങ്ങനെ എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഓരോരുത്തർ വന്ന് പെട്ടുപോവില്ലേ, അങ്ങനെ പെട്ടുപോയിട്ട് അതിനകത്ത് കിടന്ന് വലയുന്ന കുറേ ആൾക്കാരാണ്. അവരുടെ സിറ്റുവേഷനാണ് ബേസിക്കലി ഹ്യൂമറായിട്ട് വരുന്നത്. അപ്പോൾ അതിലൊരു ക്യാരക്ടറാണ് ഞാൻ. രാജുവേട്ടൻ്റെ പേരായിട്ടുള്ള വൈഫ് ക്യാരക്ടറാണ് അനശ്വരയുടെ നാത്തു. ഓക്കെ, ഇപ്പം ഇതൊരു ഈ പറഞ്ഞ ഒരു പഴമയുള്ള സബ്ജക്റ്റ് കൂടിയാണ്. അങ്ങനെയല്ല, കുറച്ചു കാലം മുമ്പ് കല്യാണം. ഇപ്പൊ ഈ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പല സിനിമകളായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യും. പക്ഷെ ഇന്നത്തെ ജനറേഷനിലേക്ക് അത് കൊടുക്കുമ്പോൾ ഒരു ഇത്തിരി ലാഗ്, ക്രിഞ്ച്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ? അപ്പം അങ്ങനെ ഒരു ജനറേഷനിലേക്ക് കൂടി സിനിമ കൊടുക്കുമ്പോൾ അത് ആ എഴുതുന്ന ഘട്ടത്തിൽ അത്തരം ചിന്തകളൊക്കെ വരാറുണ്ടോ? ഇതില് ഞാൻ ആദ്യം ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോഴും ഇപ്പോഴും ഈ ഓഫ്കോഴ്സ് ഒരു കല്യാണ പടം, കല്യാണം വിഷയമാക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അത് അപ്രതീക്ഷിതമായ രീതിയിൽ എങ്ങനെ കൺസീവ് ചെയ്യാം, എങ്ങനെ അത് പിക്ചറൈസ് ചെയ്യാന്നുള്ളതിലാണ് ഇതിന്റെ ഒരു ആസ്വാദനം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഹാവിങ് സെഡ് ദാറ്റ്, ഇതിന്റെ പ്ലോട്ടിന്റെ ഒരു കോർ പോയിന്റ് ഉണ്ട്. അവിടെ നിന്നാണ് ഈ കഥയുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ആ കോർ പോയിന്റ് എനിക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല. ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന വിഷയമൊന്നുമല്ല അത്. ഇൻഫാക്ട് ലൈഫിൽ വളരെ യാദൃശ്ചികമായിട്ട് ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് വളരെ ന്യൂ ആണ്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ഇവരെ എല്ലാ കാസ്റ്റിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രശ്നത്തിലേക്ക് വളരുന്നത്. അപ്പൊ ഈ
ഈ ഒരു കോമഡി ഓഫ് എറേഴ്സിൽ, ഈ ഒരു കോമഡി ഓഫ് കൺഫ്യൂഷൻസിനിടയിൽ ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടെ പേഴ്സണൽ അജണ്ടയും ഉണ്ട്. അപ്പൊ അതാണ് എല്ലാ ട്രാക്കുകളും പോയിട്ടാണ് ഈ ഒരു ഫൈനൽ ക്ലൈമാക്സിലേക്ക് എത്തുന്നത്. ഇത് എഴുതുന്ന ഘട്ടത്തിലൊന്ന്, അതുപോലെ അത് പിക്ചറൈസ് ചെയ്യുന്ന ഘട്ടത്തിലും ഈ പറയുന്ന പോലെ ഇന്നത്തെ ഒരു സിനിമ ആസ്വാദന രീതിക്ക് അനുയോജ്യമായ രീതിയിൽ എങ്ങനെ സിനിമ ചിത്രീകരിക്കുക എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ അറ്റൻഷൻ സ്പാൻ ഒക്കെ വളരെ കുറവാണല്ലോ. ഇപ്പൊ നമ്മൾ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ കാണുന്നത് ഇഷ്ടം അല്ലെങ്കിൽ അപ്പോൾ സ്വൈപ്പ് ചെയ്യും, മനസ്സിലായി. അപ്പൊ അത്രയും കാണുന്ന ചാനൽ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ അപ്പൊ അടുത്ത ചാനലിലേക്ക് പോകുമെന്ന് പറയുന്ന, അപ്പൊ അങ്ങനെ ഒരു സിനിമ ആസ്വാദന ശൈലി നിലനിൽക്കുമ്പോൾ അത് അവെയർ ആയിരിക്കണം. അപ്പൊ അത് വിപിൻ വളരെ നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതൊരു വിപിന്റെ നറേറ്റീവ് സ്ട്രക്ചർ ഒക്കെ ഭയങ്കര രസമാണ്. ഒരു കാര്യം ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് വേറൊരു സംഭവം നടക്കുന്നു. ഇതിന്റെ രണ്ടിന്റെയും ഇഫക്റ്റ് ആക്ച്വലി മൂന്നാം സ്ഥലത്ത് വേറൊരു ഇവന്റിലാണ്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ഒരു നറേറ്റീവ് സ്ട്രക്ചർ വിപിൻ ഈ സ്ക്രിപ്റ്റിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതെനിക്ക് വലിയ അങ്ങനെ ചെയ്തത് കൊണ്ടും കൂടിയാണ് അത് ഈ സിനിമ ഇന്ന് ഭയങ്കര ഫ്രഷ് ആയിട്ടൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. ബേസിൽ ഇപ്പം കുറച്ച് ലൗഡറാന്ന് തോന്നി ഇതില്, നമ്മൾ ടീച്ചർ മാറ്റുന്ന കണ്ടന്റിലൊക്കെ പുറത്തുണ്ട് നോക്കുമ്പോൾ കുറച്ച് ലൗഡറാണ്, ഒരു ഓവർ ദ ടോപ്പ് എന്ന് പറയുന്ന പോലെ. അങ്ങനെ കോമഡി ഇപ്പോൾ ഹ്യൂമർ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു മീറ്റർ പിടിക്കലുണ്ടല്ലോ അതെങ്ങനെയാ? സ്വയം ഒരു തീരുമാനത്തിലെത്തിയിട്ടാണോ? ആ ഒരു കൺവിക്ഷൻ എവിടെ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ ഡയറക്ടർ പറയുന്ന പോലെയാണോ? അല്ല, അത് വിപിൻ ചേട്ടനെ ട്രസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ബേസിക്കലി. അപ്പോൾ വിപിൻ ചേട്ടന് ഈ സിനിമ ഈ പറയുന്ന പോലെ ഇതൊരു ചെറിയൊരു കൺഫ്യൂഷൻ അങ്ങനത്തെ ഒരു കോമഡി സിനിമയാണ്, കോമഡി ഓഫ് എറേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിലും കുറച്ച് ലൗഡായിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും, മ്യൂസിക് വൈസ് ആണെങ്കിലും ഇന്റർ കട്ടുകളും അങ്ങനെ വളരെ സിനിമാറ്റിക് ആയിട്ടൊക്കെ തന്നെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വിപിൻ ചേട്ടൻ കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും അതിൻ്റെതായ ഒരു പൊടിക്കുള്ള ഒരു ലൗഡ്നെസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആസ് ആൻ ആക്ടർ ആദ്യമൊക്കെ വരുമ്പോൾ നമ്മൾ അത് ആ മീറ്റർ സെറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണല്ലോ. ഏത് മീറ്ററിലത് ഇപ്പോൾ ജയജയയിൽ അങ്ങനല്ല, ഭയങ്കര സട്ടിലാണ്. പക്ഷെ ആ സിനിമയുടെ ട്രീറ്റ്മെന്റ് അങ്ങനെയാണ്. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വേറെ. അപ്പൊ വിപിൻ ചേട്ടൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് ചെയ്തിട്ട് അങ്ങ് ചെയ്യുവാണ് ബേസിക്കലി. ജയജയ ചെയ്തുകൊണ്ടുള്ളൊരു വിശ്വാസം. അത് എല്ലാ സിനിമയിലും നമുക്ക് അങ്ങനെ വിശ്വസിക്കാനും പറ്റില്ല, കാരണം അത് പുറത്തെങ്ങനെയാ വരിക എന്നുള്ളത് നമുക്ക് ഡയറക്ടേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ വിപിൻ ചേട്ടനായതുകൊണ്ട് എനിക്കത് പൂർണ്ണ വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ സ്റ്റിൽ അങ്ങനെ നമ്മൾ സിനിമ കാണുമ്പോൾ അതങ്ങനെ സിറ്റുവേഷൻസ് അങ്ങനെ ഫേവർ ചെയ്യുന്നത് കൊണ്ടുള്ള ലൗഡ്നെസ്സേ ഉള്ളൂ. അല്ലാതെ ലൗഡ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കോമഡി കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ലൗഡ് ആവുന്ന പോലെ ഒന്നും ഇല്ല. ആ സിറ്റുവേഷൻ അത് ഫേവറബിൾ ആവുന്ന പോയിന്റിൽ നമ്മൾ ഇത്തിരി ലൗഡ് ആയാലും ചിലപ്പോൾ ഓക്കെ ആവും എന്നുള്ള രീതിയിലാണ് അത് പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് സേഫ് ആയിട്ട് നിൽക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം തിരിച്ചും അങ്ങനെ തന്നെയാണല്ലോ അല്ലെ, കുറച്ച് ലൗഡാണ് അല്ലേ? അപ്പൊ ആ ഒരു ഇപ്പം പലരും കോമഡി ചെയ്യുന്നവരെ കുറച്ച് ഇംപ്രൂവൈസ് ചെയ്തൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പൃഥ്വിയെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാ, ആ ഇംപ്രൂവൈസേഷൻ നടക്കാറുണ്ടോ? അല്ലെങ്കിൽ ഈ എന്ത് ഇംപ്രവൈസേഷൻ നടന്നാലും അടിസ്ഥാനപരമായിട്ട് ഓൺ പേപ്പർ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നൊരു മെറ്റീരിയൽ വേണം. പിന്നെ നമുക്കങ്ങനെ ചെയ്യാൻ തോന്നിപ്പിക്കുന്ന രീതിയിൽ ആ സീൻ കൺസീവ് ചെയ്യപ്പെടണം. അപ്പോൾ അഫ്കോഴ്സ് കോമഡി സിനിമകൾ മാത്രമല്ല, എല്ലാ സിനിമകളിലും ആക്ടേഴ്സിന്റെ ഇംപ്രവൈസേഷൻസ് ഉണ്ടാകാറുണ്ട്. ഈ ആക്ടേഴ്സ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഒരു കഥാപാത്രത്തിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ ഏത് തരം സിനിമയാണെങ്കിലും അതുണ്ടാകാറുണ്ട്. അത് ഈ സിനിമയിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ എപ്പോഴും ഒരു ആക്ടർ ത്രൈവ് ചെയ്യുക ഒരു ഡയറക്ടറിന്റെ വിഷനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു അവസ്ഥയിലാണ്. അതെപ്പോഴാണ് സാധിക്കുക? ഡയറക്ടറിന്റെ വിഷൻ അത്രയും ക്ലാരിറ്റി ഉണ്ടാവും. കൃത്യമായിട്ട് ഡയറക്ടർക്ക് ഇതാണ് ഞാൻ ഈ കഥ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയാണ്, അങ്ങനെ പറയാനുള്ള കാരണം ഇതാണെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നമ്മളപ്പോൾ പിന്നെ യു എൻഡ് അപ്പ് ട്രസ്റ്റിംഗ് ദ ഡയറക്ടേഴ്സ് വിഷൻ. അപ്പോഴാണ് ഒരു ആക്ടറിന് ട്രൂലി ത്രൈവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വിപിനോട് നമ്മൾ പോയിട്ട് വിപിൻ ഇത് ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ വിപിൻ അതിന് കൃത്യമായിട്ടൊരു കാരണമുണ്ട്. അല്ല രാജു, എന്താ വെച്ചാൽ ഇപ്പോൾ ബേസിലെ ക്യാരക്ടർ ഇത് പറഞ്ഞു കഴിയുമ്പോൾ രാജുവിന്റെ റിയാക്ഷനിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളൊരു കട്ടവേ പോയിട്ട് അപ്പുറത്ത് ആ കാര്യം നമ്മൾ റിവീൽ ചെയ്യും. അപ്പോൾ ഓഡിയൻസ് ഓൾറെഡി അത് അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ രാജുവിന്റെ ഫേസ് കാണുന്നത്. അപ്പൊ നമുക്കത് അങ്ങനെ ചെയ്യണം. അപ്പൊ അത്രയും ക്ലാരിറ്റിയിൽ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഓക്കെ നമുക്ക് മനസ്സിലാവും. അതെ അതെ. അപ്പൊ ആ ക്ലാരിറ്റി ഉള്ളൊരു ഡയറക്ടർ ഉണ്ടാവുക, അത്രയും നല്ലൊരു തിരക്കഥ ഉണ്ടാവുക എന്ന് പറയുന്നിടത്താണ്
എല്ലാ ആക്ടേഴ്സിന്റെ ഇംപ്രവൈസേഷനും എല്ലാ ആക്ടേഴ്സിന്റെ കോൺഫിഡൻസും അവർക്ക് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ തന്നെ. അപ്പൊ അത് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ ഭാഗ്യമുള്ള കാര്യം. ഇപ്പൊ നോർമലി ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇപ്പൊ പൃഥ്വിനെ കിട്ടുന്ന ഡയറക്ടേഴ്സ് പോലെയാണ് പെർഫോമൻസ് വരാന്ന് അയ്യോ, തോന്നുന്നു. ഞാൻ മാത്രമല്ല, എല്ലാ ആക്ടേഴ്സും അങ്ങനെ തന്നെയാണ്. ആണല്ലേ? ഒരു മോശം തിരക്കഥയിൽ ഒരു മോശം സംവിധായകന്റെ കീഴിൽ ഒരു ഗംഭീര പെർഫോമൻസ് കാണാൻ വഴിയില്ല. പക്ഷെ ഇപ്പൊ ചില സിനിമകളിൽ കുറച്ചുകൂടി അത് കൂടി നിൽക്കുന്നുണ്ട്. ഭയങ്കര ബെറ്റർ മീൻസ് നല്ല ബെസ്റ്റ് പെർഫോമൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ അയ്യപ്പനും കോശിയാട്ടെ ആ ക്യാരക്ടറെ മാത്രമേ നമ്മൾ അവിടെ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അയാളും ഞാൻ തമ്മിലാട്ടെ വന്ന സമയത്ത് ക്ലാസ്മേറ്റ്സ് ആവട്ടെ. അപ്പൊ അതാ ഞാൻ ചോദിക്കുന്നത്, ഈ ഡയറക്ടർ എന്ത് പറയുന്നു, അല്ലെങ്കിൽ ഒരു നല്ല ഡയറക്ടറുടെ കൈ കിട്ടുമ്പം കുറച്ചുകൂടി ഒരു പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരും, അങ്ങനെയാണോ? അല്ലെങ്കിൽ 100% അങ്ങനെ തന്നെയാണ്, തീർച്ചയായിട്ടും. ബെറ്റർ ദ ഡയറക്ടർ, ബെറ്റർ വിൽ ബി മീ ആസ് എൻ ആക്ടർ. എല്ലാ ആക്ടേഴ്സും അങ്ങനെ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാത്തവരും ഉണ്ടാകും. ഏറ്റവും നല്ല പെർഫോമൻസസ് ആക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക ഏറ്റവും നല്ല ഡയറക്ടേഴ്സിന്റെ കീഴിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നിഖിലയ്ക്ക് ഇതിൽ ഈ പറയുന്ന പോലെ ഒരു ക്യാരക്ടർ ആവാന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതെങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുക? എന്തെങ്കിലും നിഖിലയുടേതായ ഹോംവർക്ക് ഒക്കെ നടക്കാറുണ്ടോ? എങ്ങനെയാണത്? നിഖില എപ്പോഴും എങ്ങനെയാണോ സെറ്റിലൊക്കെ എങ്ങനെയാണോ? ഇന്നലെ വൈകുന്നേരം പോലാണ്. ഇല്ല, അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഇങ്ങനെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വരാൻ മാത്രമുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടില്ല. ആ സെറ്റിൽ പോയി പറയുന്നത് ഡയറക്ടർക്ക് എന്താണോ ആവശ്യം, നമ്മളിപ്പോൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നു കഴിഞ്ഞാലും ചിലപ്പം ആ സീനിലേക്ക് വേണ്ടുന്ന പെർഫോമൻസ് എന്താ വേണ്ടതെന്ന് പറയേണ്ടത് ഡയറക്ടറാണ്. നമ്മൾ ഭയങ്കരമായിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറയാമെന്ന് വെച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും വേണ്ട, ചിലപ്പോൾ റിയാക്ഷനൊക്കെ കിട്ടാൻ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഭയങ്കര ആവശ്യം ഉണ്ടായിരുന്നില്ലേ എന്നൊരു തോന്നൽ വരും. അതുകൊണ്ട് അനാവശ്യമായിട്ട് ഞാൻ പണിയെടുക്കാറില്ല, ആവശ്യത്തിന് മാത്രം. പൃഥ്വിയുടെ പേരായിട്ടാണല്ലോ ചെയ്തത്. സെറ്റിൽ നിഖില എങ്ങനെയായിരുന്നു? ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. ഇങ്ങനൊക്കെ തന്നെയല്ലേ? അല്ല, നിഖില ആക്ച്വലി ഞാൻ സംവിധാനം ചെയ്തൊരു സിനിമയിൽ നിഖില ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം നിഖിലെ പരിചയപ്പെടുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പൊ അന്നേ എനിക്ക് ബ്രോഡാഡി ഇപ്പൊ നടന്നിട്ട് ഇപ്പൊ 2-3 വർഷമായില്ലേ. അപ്പൊ അന്നേ ആക്ച്വലി ഭയങ്കര പോപ്പുലർ ആണെന്നുള്ള കാര്യം ഞാൻ വൈകി തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. കാരണം ഞാനിത് ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ ഒരു ക്യാമിയോ ചെയ്യാൻ ആര് വേണം എന്നുള്ള ഒരാളിങ്ങനെ നിഖില വിമലിന്റെ പേര് എന്റെ ഗ്രൂപ്പ് ആശംസ നിഖില. ഓഹോ, അപ്പൊ അതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല സിനിമ? ഇല്ലില്ല, ഞാൻ അതിനു മുമ്പ് ആക്ച്വലി അതിന് നിഖിലയുടെ പേര് റെക്കമെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അരവിന്ദന്റെ അതിഥികൾ കാണുന്നത്. എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടി. അനശ്വര സീനിയേഴ്സിന്റെ കൂടെയും ജൂനിയേഴ്സിന്റെ കൂടെയും ഒക്കെ പല നല്ല സിനിമകളുടെയും പാർട്ടായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പം അനശ്വരയുടെ ഒരു സെലക്ഷൻ പ്രോസസ് എങ്ങനെയാ? സിനിമകൾ വരുന്നത് എങ്ങനെയാ? സ്വയം തീരുമാനിക്കുകയാണോ? സ്വയം തീരുമാനിക്കുന്നത് തന്നെയാണ്. നല്ല സ്ക്രിപ്റ്റ്, നല്ല ടീം വരുന്ന സമയത്ത് അതിന് ബെസ്റ്റ് ചൂസ് ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ ഈ സിനിമയിലാണെങ്കിൽ ഇതിന്റെ ഏറ്റവും ചെറുത് ഞാനാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. രാജുവേട്ടനാണെങ്കിലും ബേസിലേട്ടനാണെങ്കിലും നിഖിലേച്ചി വരെ എൻ്റെ സീനിയർ ആയിട്ടുള്ള. ഏറ്റവും സംഭവം എന്ന് വെച്ചാൽ ഞാൻ ജനിച്ച വർഷമാണ് നന്ദനം വരെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അപ്പൊ അങ്ങനെ എന്താ ആളുടെ ഒരു സിനിമയൊക്കെ കണ്ടു വളർന്നിട്ട് ഒരാളാണ്. അപ്പം ഒരുപാട് വളർന്നിരിക്കുന്നു. ഇതിനകത്ത് എത്തുമ്പോഴും ഫസ്റ്റ് ടൈമാണ് ഞാൻ അജുവിന്റെ കൂടെ അഭിനയിക്കുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ അപ്പോഴൊന്നും സിനിമയൊന്നും കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല നേരിട്ടൊരു സിനിമയൊക്കെ ചെയ്യാൻ പറ്റും. ജനിച്ചിട്ടല്ലേ ഉള്ളൂ, സിനിമ 2-3 വയസ്സൊക്കെ ഉണ്ടാവുമോ കണ്ട സിനിമ? ഓക്കെ, ആ പ്രായത്തിൽ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പം അത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. സോ അപ്പൊ അവരുടെ അടുത്ത് നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നല്ല ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാൻ വിപിനേട്ടനാണെങ്കിൽ കൂടി ഞാൻ ഫസ്റ്റ് വിപിനേട്ടന്റെ സിനിമ ആണെന്ന് ജയ ആണ്. അപ്പൊ ഞാൻ മുത്തുകവ് കണ്ടിട്ടുണ്ട്. പക്ഷെ മുത്തുകവ് ഞാൻ കണ്ടു, പക്ഷെ എനിക്കത് ജയയുടെ ഡയറക്ടറാണെന്ന് അറിയില്ലായിരുന്നു. അപ്പം ഇതിനകത്ത് വന്നിട്ടാണ് ഞാൻ മറ്റേ അന്താക്ഷരി കൂടി കാണുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുടെ മേക്കിംഗ് പാറ്റേൺ ഒക്കെ. പക്ഷെ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ആളുടെ ചെയ്തിരുന്ന കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമയാണ് ഇപ്പം ഗുരുവായൂരമ്പലക്കാട്. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് ഇത് എങ്ങനെയാണ് ഇത് ഇവരൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ബേസിലായിട്ട് നേരത്തെ പറഞ്ഞു
മറ്റേ പ്രസ് മീറ്റിൽ പറഞ്ഞ പോലെ രാജുവിന്റെ എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതൊക്കെ അറിയാൻ, ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത്. അങ്ങനെ തന്നെയാണ് ഞാൻ ഓരോ മൂവീസും ചൂസ് ചെയ്യുന്നത്, നല്ല ടീം എന്നുള്ള പോലെ. ഓക്കെ, ഇപ്പം വിപിൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയായിരുന്നേ, നിങ്ങളൊക്കെ ഭയങ്കര കമ്പനിയാണ്, അപ്പം പൃഥ്വി ഇതിലേക്ക് വരികയാണല്ലോ, അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം കൊണ്ട് ബ്ലെൻഡ് ആയി, പക്ഷെ പിന്നെ പൃഥ്വി മാറിപ്പോയിരിക്കില്ല, കാരണം നിങ്ങളെ പേടിയാണ്, നിങ്ങൾ കളിയാക്കുക അങ്ങനെയാണോ സെറ്റില്? സെറ്റിൽ കൂടുതലും അപമാനിക്കപ്പെട്ടത് ബേസിലാണ്. അതെ എന്തിന്റെ പതിവ് പോലെ എന്തിന്റെ പേരിൽ? എന്തിന്റെ പേരില്ല അല്ലാത്തത്. അതെ, ഇവര് ഓൾറെഡി ഒരു വിപിന്റെ ടീം, വിപിൻ ഈ സിനിമയിൽ ഒരു പുതിയ ടീമാണ്. എല്ലാവരും ക്യാമറമാനും ആർട്ട് ഡയറക്ടറും ഒക്കെ തന്നെ പുതിയ ആൾക്കാരാണ്. പക്ഷെ എന്നാലും ബേസിലുമായിട്ട് എല്ലാവർക്കും ഒരു ഇക്വേഷൻ ഓൾറെഡി ഉണ്ട്. നിഖില ഫ്രണ്ടാണ്. ഞാൻ ആക്ച്വലി കുറച്ച് വൈകിയ സിനിമയിൽ ജോയിൻ ചെയ്തത്. കാരണം സിനിമ തുടങ്ങി ഞാൻ ജോയിൻ ചെയ്യേണ്ട സമയം ആകാറാകുമ്പോഴാണ് എനിക്കൊരു നീ ഇഞ്ചുറി, ഒരു നീ സർജറി. അതെ, ഒരു നീ സർജറി. ഞാൻ ആക്ച്വലി വിലായത്ത് ബുദ്ധയുടെ ഷൂട്ട് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യേണ്ട സിനിമയായിരുന്നു. അപ്പൊ പിന്നെ ആ ഇഞ്ചുറി വന്ന് നേരെ 4 മാസം ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ ഇല്ലാത്ത കുറെ പോർഷൻസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പൊ ഓൾറെഡി ഞാൻ സെറ്റിൽ എത്തുമ്പോൾ ഇവരെല്ലാരും ഡെയിലി ഷൂട്ട് കഴിഞ്ഞ് ക്രിക്കറ്റ് കളി എന്നൊക്കെ പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആയി. അപ്പൊ പിന്നെ ഈ എനിക്ക് എന്നെ കുറിച്ച് ഉള്ള കേട്ടതൊക്കെ തെറ്റാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സമയമുണ്ടല്ലോ. സ്വന്തമായിട്ട് തിരിച്ചറിഞ്ഞത് ഇനിഷ്യലി ഞങ്ങൾക്കൊക്കെ ഇച്ചിരി പേടിയായിരുന്നു. ഞങ്ങള് ഇങ്ങനെ ഞങ്ങൾക്ക് ബേസിലായിട്ടിനെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഇത് രാജേട്ടൻ അങ്ങനെ പറഞ്ഞ. അപ്പൊ പക്ഷെ പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര എന്താ പറയാ, അതായത് രാജേട്ടനുള്ള ഫാൻ മൊമെന്റിൽ ബേസിലായിട്ട് പല കാര്യങ്ങളും പറയും. പറഞ്ഞു കഴിഞ്ഞ് രാജേട്ടൻ അത് കേട്ടിട്ട് പോവുകയും ചെയ്യും. പിന്നെ ഞങ്ങളത് ട്വിസ്റ്റ് ചെയ്യും. ഞങ്ങൾ പറയും എന്നാലും അയാളുടെ മുഖത്തൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ പാടുന്നു. അപ്പൊ ബേസിലേട്ടൻ ടെൻഷനാവും. ബേസിലേട്ടൻ ഇതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഭാര്യയെ വിളിക്കും. നമ്മൾ എന്ത് കളിയാക്കിയാലും കൺഫേം ചെയ്യാൻ ഭാര്യ വിളിക്കും. അപ്പൊ ഭാര്യ പറയും നീ എന്തായാലും അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ പുള്ളിക്ക് ഉറപ്പിക്കും. പുള്ളി ഞങ്ങൾ അങ്ങനെ പുള്ളിനെ തളർത്തിയിരിക്കുന്നു സിനിമ. ബേസിലൊന്നും മിണ്ടുന്നില്ലല്ലോ, ഈ പേടി കൊണ്ടാണോ? ഞങ്ങള് ചുമ്മാ പോകുമ്പോഴേ ഞങ്ങൾ പറയും വെറുതെ ഒന്നും മണ്ടത്തരം പറയല്ലേ, സീരിയസ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ് പറയും. അതുകൊണ്ട് പിന്നെ അങ്ങനെയാണ് നമ്മൾ. അതായത് മൊത്തത്തിൽ ബേസിലായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാരും കൂടെ തീരുമാനിക്കും ബേസിലായിട്ട് നിന്ന് ഇങ്ങനെ തളർത്താം. ഇവര് വെൽ പ്രിപ്പയർഡ് ആണ് എപ്പോഴും. എങ്ങനെയെങ്കിലൊക്കെ വല്ലാതെ തളർന്ന് കിടക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുത്താൽ മതി. നിങ്ങൾ ആരാ? അപ്പൊ ഞാൻ അപ്പൊ എന്തായാലും ഗുരുവായൂർ അമ്പലനടയിൽ വലിയ ഹിറ്റ് ആവട്ടെ. ആദ്യ 4 മാസങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലേ, മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല സമയമായിരുന്നു. ഇപ്പൊ ബേസിൽ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം കലങ്ങി തെളിഞ്ഞു, ഇനി വരുന്ന സിനിമകൾ നല്ലതായിരിക്കുന്നത്. ഇപ്പൊ ഭ്രമയുഗാവട്ടെ, മഞ്ഞുമല പ്രേമലും ഒക്കെ നിൽക്കുന്ന ആ ഒരു ഇപ്പോഴത്തെ ഒരു സിനാരിയോ ഉണ്ടല്ലോ, അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് എന്നാണ് വിചാരിക്കുന്നത്? അല്ല, സിനിമ നല്ലതാണെങ്കിൽ ജനം വലിയ അളവിൽ തിയേറ്ററിൽ പോയി, കുടുംബസമേതം തിയേറ്ററിൽ പോയി സിനിമകൾ കാണുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു സന്തോഷവും ആശ്വാസവും. ഒരു ഇൻഡസ്ട്രിയുടെ ഏറ്റവും ഹെൽത്തി ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് അത് തന്നെയാണ്. തിയേറ്ററിക്കലി കളക്ഷൻസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ ആരും അങ്ങനെ ഓവർ കോൺഫിഡൻസ് വാങ്ങാൻ പാടില്ല. കാരണം ഈ വിജയിച്ച സിനിമകളെല്ലാം വളരെ നല്ല സിനിമകളായിരുന്നു. അതുകൊണ്ടാണ് ആ സിനിമകളൊക്കെ വിജയിച്ചത്. അതുപോലെ നല്ല സിനിമകൾ ഉണ്ടാകട്ടെ, ഗുരുവായൂർ അമ്പലനടയിലും അത്തരം നല്ല സിനിമകളുടെ പട്ടികയിൽപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സിനിമയെ തീരട്ടെ എന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രതിഫലം ജനം തരും എന്ന കോൺഫിഡൻസ് ഇന്നിപ്പോ ഉണ്ട്. ആൾക്കാർ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നുണ്ട്. അതങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ആഗ്രഹിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് സിനിമ. താങ്ക് യു സോ മച്ച്.